സമാധാനം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം പ്ലസ് ക്ഷമയാണ് ഈക്വൽ ടു സമാധാനമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലസ് അതിൻ്റെ കൂടെ പിന്നെന്താ ക്ഷമ കൂടുമ്പോഴാണ് അതായത് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാകണത്. ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ സ്നേഹവും പിന്നെ അതിൻ്റെ സർപ്ലസായി വരുന്ന സഹിക്കുന്ന സ്നേഹവും കൂടി വരുമ്പോഴാണ് നമ്മൾ സമാധാനം വരണത്. പിന്നെ സമാധാനം കഴിഞ്ഞ് എന്താ പറയണത്? ക്ഷമ, ദയ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണതിനാണ് ദയ എന്ന് പറയുന്നത്. നന്മ. അത് ഏത് കാലാവസ്ഥയിലും നന്മയായിട്ടുള്ള ചെയ്യാനുള്ള ബേസിക് ഗുഡ്നെസ് ആണത്. വിശ്വസ്തത എന്ന് വെച്ചാൽ വചനത്തോടും ദൈവവചനത്തോടുമുള്ള ഒരു മനുഷ്യൻ്റെ കൂറ് വിശ്വസ്തത. സൗമ്യതയിലും ഈ സഹിക്കുന്ന സ്നേഹവും ക്ഷമയും കൂടിയാണ്, പ്രത്യാശയും കൂടി കലർത്താണ് ഈ സൗമ്യത ഉണ്ടാകുന്നത്.